ഹായ് ഗായ്സ്, ആട്ടം മൂവി OTT-യിൽ റിലീസായിട്ടുണ്ട്. ഒരു 3 മാസം മുന്നേ ആയിരുന്നു ഈ പടം തിയേറ്ററിക്കലി റിലീസായത്. തിയേറ്ററിക്കലി വലിയൊരു റെസ്പോൺസ് ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ തിയേറ്ററിക്കലി വലിയൊരു റെസ്പോൺസ് കിട്ടാതിരുന്നൊരു പടം തന്നെയായിരുന്നു ആട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം വളരെയധികം ആളുകൾ ഇത് ചർച്ച ചെയ്യുന്നു. എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്, അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ കണ്ടൻറ്റിനെ പറ്റി ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഇതുപോലെ ഒരു റിലവൻ്റ് ആയിട്ടൊരു പടം നമ്മൾ എന്തുവായാലും ചർച്ച ചെയ്യണം. ആളുകളുടെ ഇടയിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ കാലത്ത്. ഈ പടം സംസാരിക്കുന്നത് ഒരു 12 ആണുങ്ങളും ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു നാടക ട്രൂപ്പ്. ആ നാടക ട്രൂപ്പിൽ അവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേനും അവർക്കിടയിൽ ആ ഒരു ട്രൂപ്പിനിടയിൽ ആ ഒരു പെൺകുട്ടിക്ക് നടക്കുന്ന ഒരു പെർട്ടിക്കുലർ സംഭവം, ആ സംഭവം എങ്ങനെയാണ് അവരുടെ ആ നാടകത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനെ ബാധിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്ന. എന്നാൽ തന്നെയും പടത്തിൻ്റെ അവസാനം നമുക്ക് ചില പടങ്ങൾ നമുക്ക് അവസാനം മനസ്സിലാവും എന്താണ് ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നൊരു സംഭവം കാണും. ചില പടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില പടങ്ങളിലൊക്കെ ഇപ്പം വേൾഡ് സിനിമ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല ഹോളിവുഡ് സിനിമകളിലും നമുക്കിത് കാണാൻ പറ്റും. ഒരു ക്ലൈമാക്സ് കൊടുക്കാതെ തന്നെ, ക്ലൈമാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു കണ്ടന്റിനെ എൻഡ് ചെയ്യാതെ നമുക്കുള്ളിൽ ആ ഒരു ചോദ്യം ഇങ്ങനെ നിലനിൽക്കും. ആരായിരിക്കും ഇതിനൊരു കാരണം എന്നൊക്കെയുള്ള രീതിക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മൂവി തന്നെയാണ് ആട്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് മറ്റൊരു പ്രധാന ഘടകം. ഇപ്പോൾ നമ്മുടെ കലാഭവൻ ഷാജോൺ അടക്കം മുൻനിര നായകന്മാർ അഭിനയിച്ചിരിക്കുന്ന ഒരു പടം തന്നെയാണ് ആട്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് റെസ്പോൺസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ആട്ടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ മനസ്സിലാവും ഇതൊരു നാടകം അല്ലെങ്കിൽ നാടകവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പടമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഒരു നാടകത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നാടക ട്രൂപ്പിൽ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം ആസ്പദമായിക്കൊണ്ട്, അതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി പടം, നമ്മൾ ഒരിക്കലും ഇത് മിസ്സാക്കാതെ കാണേണ്ട ഒരു പടം തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോഴത്തേനും 12 ആണുങ്ങളും ഒരു പെൺകുട്ടിയുമാണ്. അപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാതെ വളരെ മിടുക്കിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ്സാണിത്. ഇതിനു മുമ്പും ഒരുപാട് പടങ്ങളിൽ നമ്മൾ കാണാത്തൊരു ആക്ട്രസ്സാണിത്. വളരെ മികച്ച ഒരു മേക്കിംഗ് ആണ് ഈ പടത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു ആവശ്യമില്ലാത്തൊരു BGM അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും കുത്തിക്കയറ്റിയ കുറച്ച് ആവശ്യമില്ലാത്ത നമ്മൾ പറയുമല്ലോ, കുറച്ച് സ്കോറിംഗ് ഒക്കെ കൊണ്ടിട്ട് പടത്തെ മോശമാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിനെ ഡള്ളാക്കാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള പടം. ഇപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന രീതികളിൽ എപ്പോഴും അഗ്രസീവ് അല്ല. എല്ലാ കഥാപാത്രങ്ങളും എപ്പോഴും ഇമോഷണൽ അല്ല, എപ്പോഴും ചിരിക്കാറുമില്ല. കഥാപാത്രങ്ങൾ ആവശ്യമുള്ളിടത്ത് മാത്രം അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്തെടുത്തുകൊണ്ടുള്ള ഒരു സംവിധായകൻ്റെ ഒരു മിടുക്കാണിത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത്, ഒരു മെയിൻ കാസ്റ്റിംഗ് ഒന്നുമില്ല. ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മൾ കാണുന്ന മുൻനിര ആക്ടേഴ്സ് ഒന്നും അഭിനയിച്ചിട്ടില്ല. നമ്മൾ എടുത്തു പറയാൻ പറ്റുന്ന സൂപ്പർ സ്റ്റാർസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്ന പടമൊന്നുമല്ലത്. പക്ഷേ എങ്ങനെയായിരിക്കും ഒരു നല്ലൊരു കാസ്റ്റ്, അഭിനയിക്കാൻ അറിയാവുന്നവരെ പിടിച്ച് അഭിനയിപ്പിച്ച് എങ്ങനെയായിരിക്കണം ഒരു നല്ലൊരു പടം എടുക്കേണ്ടതെന്ന് കാണിച്ചു തന്നൊരു അടിപൊളി പടമാണിത്. ഇത് തിയേറ്ററിക്കലി ഒരുപാട് ആൾ കയറാത്തൊരു പടമായിരുന്നത്. മറ്റൊരുപാട് പടങ്ങളുടെ കൂട്ടത്തിൽ ഇടിഞ്ഞു പോയ അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിപ്പോയ ഒരു പടമാണിത്. പക്ഷേ ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമുണ്ട്. എന്തുപോയാലും ഈ പടം ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇന്ത്യയിലുള്ളവർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രത്യേകിച്ചും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഒരു പടം തീർന്നാലും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും. ഇവർ ഈ പറയുന്ന ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, ഈ പടത്തിൽ ഇവർ കൊടുത്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിനെ നമ്മൾ പിന്നെയും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാലും അതെന്തായിരിക്കും, അല്ലെങ്കിൽ അത് ആരായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ ഡെയിലി ലൈഫ്സിൽ നമ്മൾ കാണുന്ന പല സിറ്റുവേഷൻസ്, നമ്മൾ ഇന്നേവരെ നമ്മുടെ കേരളത്തിൽ കേട്ടിട്ടുള്ള പല സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാസ്റ്റിങ്, ഇതിൻ്റെ സ്കോറ് ഒന്നും നമുക്ക് പറയാനില്ല. മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാത്തൊരു ഡാൻസോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു ലവ് സ്റ്റോറിയോ ഒന്നും ഇടയ്ക്ക് കയറ്റാത്ത വളരെ നീറ്റായിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. എല്ലാം ഒരു ഒഴുക്ക് പോലെയാണ് പോകുന്നത്. വളരെ ഒരു ഇതിന് എൻഡിങ്ങാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ഒരു എൻഡിങ് എന്ന് പറയുമ്പോഴത്തേനും ചുമ്മാ കൊണ്ടങ്ങ് എൻഡ് ചെയ്യല്ല. നമ്മൾ പല പടങ്ങളിലും കാണുന്ന പോലെ ചുമ്മാ കൊണ്ടങ്ങോട്ട് എൻഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാരണം അതിൻ്റെ ഇടയ്ക്ക് കയറ്റിയിട്ട് അത് നേരെ കൊണ്ട് ആ ഒരു പടം എൻഡ് ചെയ്യുന്ന രീതിക്കല്ല. വളരെ അടിപൊളിയായിട്ടാണ് ഈ പടം പോകുന്നത്. ലാസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തും. പ്രത്യേകിച്ച് ഒരു സ്കോറിങ്ങോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോറോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിൻ്റെ സഹായമൊന്നും ഇല്ലാതെ എങ്ങനെയായിരിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുക, ഒരു പടത്തിലേക്ക് ഇങ്ങനെ എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ ഇരുത്തുക എന്ന് കാണിക്കുന്ന ഒരു അടിപൊളി പടമാണിത്. എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ള, ഇതുപോലുള്ള പടങ്ങൾ നമുക്ക് വേണം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഓരോ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആളുകൾ എപ്പോഴും നമ്മൾ എൻ്റർടൈൻ ആകുന്ന പടങ്ങൾ മാത്രം നമുക്ക് പോരല്ലോ. ഇതുപോലെ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിനെ പറ്റി കുറച്ചും കൂടെ ആലോചിക്കുന്ന ഇതുപോലുള്ള പടങ്ങൾ നമുക്ക് ഇനിയും ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ എന്തുപോയാലും ഈ പടം OTT റിലീസായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, എന്തുപോലെ ഇഷ്ടപ്പെടും. ഓൾറെഡി ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.